അടിപൊളി വന്ദേ ഭാരത്, അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ്. കേരളം ഏറെ നാളായി കാത്തിരിക്കുന്ന അതിവേഗ ട്രെയിൻ എന്നൊരു സ്വപ്നമുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്നം, അത് സിൽവർ ലൈൻ രൂപത്തിലായിരുന്നു. പക്ഷേ കേന്ദ്രം അത് അനുവദിച്ച് നൽകിയത് ഇപ്പോൾ ആദ്യ ഒരു ട്രെയിനാണെങ്കിൽ പോലും വന്ദേ ഭാരത് രൂപത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. ശംഖുമുഖം ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഒരു കഷ്ടിച്ച് 50 മീറ്റർ മാറിയാണ് അവിടെ പ്രധാനമന്ത്രി എത്തും. പ്രധാനമന്ത്രി ആവേശം കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വളരെ എന്താ പറയാൻ വാക്കുകളില്ല. വികസനം ഇത്രയായില്ലേ നമ്മളെ നാട്ടിൽ, ഇതിൽ കൂടുതൽ വരും. കേരളത്തിലെ ജനങ്ങളെല്ലാവരും വളരെ ത്രില്ലിലാണ് അദ്ദേഹത്തെ കാണാനുള്ള. നമ്മൾ നരേന്ദ്രമോദിയെ കാണാൻ വരുന്നതെന്ന് വെച്ച് നമുക്ക് ആ ഒരു ചൂട് നമുക്ക് തോന്നുന്നില്ല. നല്ല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ഇന്നത്തെ ഈ പരിപാടിയിൽ. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോവുകയാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോകുന്നത്. ഒരു ആഗ്രഹമാണ് കാണാൻ മോദിയെ. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണാനൊക്കെ പോണുണ്ട്. എനിക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ടൈം അല്ല വന്ദേ ഭാരത്, അതുപോലെ തന്നെ ഇത്രയും അടിപൊളി ട്രെയിൻ, ഇത്രയും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ കേരളത്തിൽ വന്നുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. കേരളത്തിൽ വരുന്നതിൽ എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ആദ്യ യാത്രയിൽ തന്നെ അത് യാത്ര ചെയ്യാനും പറ്റി. ഇത് പ്രത്യേക ടിക്കറ്റാണ്, സുവനീർ ടിക്കറ്റാണ്. എല്ലാ കാലവും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ പോകുന്ന ടിക്കറ്റാണ്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഈ ട്രെയിൻ യാത്രാ സ്നേഹികൾ. വേഗത്തിലേക്ക് കുതിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തിന്റെ പ്രതീകമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് ഈ ട്രെയിൻ. കേരളത്തിന്റെ റെയിൽ സ്വപ്നങ്ങൾ ചിറകിലേറ്റി കേരളത്തിന്റെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് ഔദ്യോഗികമായി യാത്ര ആരംഭിക്കുകയാണ്. ഓരോ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും രണ്ടറ്റത്തും ഡ്രൈവറുടെ ക്യാബിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ ദിശ മാറ്റാൻ സമയനഷ്ടമില്ല. അഡ്വാൻസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും വന്ദേ ഭാരതിലുണ്ട്. ഇത് 30% വൈദ്യുതി ലാഭിക്കാനും സഹായിക്കുന്നു. ഇന്റലിജന്റ് ബ്രേക്കിംഗ് സിസ്റ്റം മികച്ച ആക്സലറേഷനിലേക്കും ഡീസലറേഷനിലേക്കും സഹായിക്കും. എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിനും ട്രെയിൻ ഗാർഡിനും പരസ്പരം ആശയവിനിമയം നടത്താനും യാത്രക്കാരുമായി ആശയവിനിമയം നടത്താനുമുള്ള സംവിധാനവും ട്രെയിനിലുണ്ട്. ഇതാണ് ആ ടിക്കറ്റ്. ഞാനും ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും എന്നോടൊപ്പം നിരവധി കൂട്ടുകാർ തൊട്ടു പുറകിലുണ്ട്. അങ്ങനെ എല്ലാവരും ആദ്യ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സുജിത് ഭക്തൻ. സുജിതോട് ഇതിനു മുമ്പ് വന്ദേ ഭാരത് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ്. അപ്പൊ എന്ത് തോന്നുന്നു? അതിന്റെ സന്തോഷമുണ്ട് തീർച്ചയായും. 2 വർഷം മുമ്പാണ്, കറക്റ്റ് 2 വർഷം മുമ്പാണ് വന്ദേ ഭാരത് ആദ്യമായിട്ട് ഡൽഹി വാരണാസി റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഡൽഹി വാരണാസി റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ യാത്ര ചെയ്തത് ഡൽഹിയിൽ നിന്ന് ജമ്മുവിലെ ഖത്തറിലേക്കുള്ള സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ ആ സമയത്ത് അതിവേഗം പോകുന്ന ഈ ഒരു ട്രെയിൻ കണ്ട് ശരിക്കും അതിശയപ്പെട്ടിരുന്നു. നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ എന്തായാലും ഇപ്പോഴാണ് നമുക്കത് വരാൻ സാധിച്ചത്. വന്നതും കണ്ടതും നമുക്ക് 2 കൊല്ലം എടുത്തു. പക്ഷെ എന്നിരുന്നാലും വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ് അല്ലേ. നമ്മൾ ഇത്രയും കാലം കേരളത്തിൽ പൊതുവെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇടിച്ചു പോകുന്ന യാത്രക്കാരാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്കാരമാണ് വരുന്നത്.
നമുക്ക് കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ആവശ്യമാണ്. അതിന്റെ ഒരു തുടക്കം തന്നെ ഇതിനെ കണക്കാക്കണം. സാർ, ഇത് എക്സിക്യൂട്ടീവ് ആണോ അതോ ചെയർക്കാരാണോ? ഇത് എല്ലാം ചെയർക്കാറാണ്. അതിൽ എക്സിക്യൂട്ടീവ് 44 സീറ്റ്, ഇത് 78 സീറ്റ്, അങ്ങനെ ചെയ്തേക്കുവാണ്. വിമാനത്തിൽ കയറിയ ഒരു ഫീൽ തന്നെയാണ്. അത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു തീവണ്ടിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അത്ര രീതിയിലുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. സീറ്റുകളടക്കമുള്ള കാര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ CCTV ക്യാമറകളൊക്കെ ഉള്ളപ്പോൾ അത് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ആഹാരങ്ങളൊക്കെ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ഒരു ഹോട്ട് കേസുകളൊക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കമ്പാർട്ട്മെന്റ് ഉള്ളിലേക്ക് കയറുകയാണ്. എന്തായാലും ഒരു വിമാനത്തിനോടൊപ്പം ഇടം പിടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു രൂപകൽപ്പന തന്നെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ളത്. മികച്ച ഒരു അനുഭവം തന്നെ നൽകുന്നു. ഈ സീറ്റുകളൊക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. പുഷ് ബാക്ക് സീറ്റുകളാണ് ഉള്ളത്. ഫ്രണ്ടിൽ ടേബിൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു വിമാനത്തിൽ കയറിയ ആ ഒരു അനുഭവം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് നല്ല they are giving more importance to the infrastructure developments to the state wise. So நல்ல வந்து ரயில்வே லைக் கம்பேரிங் டு லைக் 5 to 6 years back இப்போ நிறைய வந்து டெவலப்மெண்ட்ஸ் வந்து நடந்திருக்கு. ഇതിൽ കാണുന്ന പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര സ്പീഡിലാണ് യാത്ര ചെയ്യുന്നതെന്നും ഡേറ്റ്, സമയവും ഈ ട്രെയിൻ ഇപ്പോൾ എവിടെയാണെന്നും ഏതു മുതൽ യാത്ര ചെയ്യുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങളുള്ള ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ ചേർക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓരോ സീറ്റിന്റെ താഴെയും ലൈറ്റ് ഫെസിലിറ്റീസ് അടക്കം ഉണ്ട്. അങ്ങനെ ഈ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും, തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഓഫ് ആവുന്ന തരത്തിലുള്ള അങ്ങനെ എല്ലാ സീറ്റിലും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ നൽകി മികച്ച ലൈറ്റിംഗ് സംവിധാനവും അതോടൊപ്പം തന്നെ ഓരോ കോച്ചിന്റെ മുകളിലും ഏത് കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നും ഈ ട്രെയിൻ എങ്ങോട്ടാണെന്നും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അത് മാത്രമല്ല ഇത് ഓട്ടോമേറ്റഡ് ഡോർ സംവിധാനമാണ്. ഈ ഓട്ടോമേറ്റഡ് ഡോർ സംവിധാനം വഴിയാണ് എല്ലാവരും കയറുകയും അടക്കുകയും ചെയ്യുന്നത്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഇത് ഉള്ളിൽ തുറക്കുകയും ചെയ്യുന്നതാണ് ബാത്റൂം. ചേർക്കാറിനുള്ള ബാത്റൂം ഫെസിലിറ്റിയാണിത്. മികച്ച ഒരു റെയിൽവേ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു ബാത്റൂം സംവിധാനത്തിൽ നിന്ന് മാറി കാണാൻ കഴിയുന്ന ഒരു ബാത്റൂം സംവിധാനം തന്നെയാണ്. ഒരുപാട് സ്പേസ് അകത്ത് ഇല്ല എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു രൂപകൽപ്പന എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മികച്ച ഒരു മിറർ സംവിധാനവും. അങ്ങനെ ഇതൊരു ഇന്ത്യൻ ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ്. അത് ചേർക്കാറിലാണ് ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. മറ്റതൊക്കെ തന്നെ യൂറോപ്യൻ ശൈലിയിലേക്കുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാത്റൂമിൽ ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല എടുത്തു പറയേണ്ട അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. ഡോറിലൊക്കെ തന്നെ എമർജൻസിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഫെസിലിറ്റീസും ഈ ഒരു ഓരോ കോച്ചിന്റെ പുറത്തും ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. നമ്മൾ ഇനി നേരെ പോകുന്നത് എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിലേക്കാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിലാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണങ്ങളൊക്കെ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ഈ പാൻട്രി കാർ എന്നൊരു സംവിധാനം വന്ദേ ഭാരത് എക്സ്പ്രസിലില്ല. അതിന് പകരം ഭക്ഷണങ്ങളൊക്കെ തന്നെ ചൂടോടെ കൊണ്ടുവയ്ക്കാനും അതോടൊപ്പം തന്നെ തണുത്തതിനു വേണ്ടി താഴെയും ഏറ്റവും മേളിൽ ചൂട് ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ തന്നെ വയ്ക്കാനും ഉണ്ട്. അത് മാത്രമല്ല ബാഗ് അടക്കമുള്ള ലഗേജ് സംവിധാനങ്ങൾ ഇവിടെ വയ്ക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മികച്ച ആഡംബര ഒരു ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ വേണം. നമ്മൾ മാറിക്കഴിഞ്ഞു, നമ്മൾ വലിയൊരു രീതിയിലേക്ക് പോവുകയാണ് സംഭവം. ഇത് വളരെ ഒരു പുത്തൻ അനുഭവമാണ്. യാത്രയിൽ തന്നെ ഒരു പുത്തൻ അനുഭവം തന്നെയാണ്. എന്തായാലും ഇത് നമ്മുടെ മോദിജിക്ക് എന്തായാലും അഭിവാദനങ്ങളാണ് ഇതിന് അർപ്പിക്കുന്നത്. 1000 നന്ദി അദ്ദേഹത്തോട് പറയുകയാണ്. നല്ല അനുഭവം, നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ആളുകൾക്ക് കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇതുപോലുള്ള കൂടുതൽ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശംസ. ഇങ്ങനെ ഒരു യാത്ര ഫസ്റ്റ് യാത്ര തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, നമ്മൾ കേരളത്തിന് കിട്ടിയ ഒരു പൊൻതൂവലായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതിൽ നരേന്ദ്രമോദിജിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. സന്തോഷം, അഭിമാനം, അൺബിലീവബിൾ. ആക്ച്വലി ഇത്രയൊരു സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു ട്രെയിൻ യാത്ര കേരളത്തിന് സാധ്യമാകുന്നു, ഇന്ത്യക്ക് സാധ്യമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷം. The travel experience, because it has more comforts, seats are comfortable and the wider, then it can also turn around 360 degrees. Then the train is more clean, toilets are also clean, hygienic. So this experience of traveling in Vande Bharat is quite exciting for passengers and for me also. നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് വളരെ സൗകര്യങ്ങളുണ്ട്. കേരള പീപ്പിൾ വെരി കംഫർട്ടബിൾ ജേർണി ഇൻ ഫ്യൂച്ചർ. എങ്ങനെയുണ്ട് യാത്ര? യാത്ര വളരെ സുഖകരമാണ്.
പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കേരളം ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനെയും ഇന്ന് പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനെയും വളരെ അത്യാഹ്ലാദത്തോടുകൂടി ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. കാരണം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു നാഴികക്കല്ലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. अडीपोली वंदे भारत, अडीपोली ट्रैवल एक्सपीरियंस. अडीपोली वंदे भारत, अडीपोली ट्रैवल एक्सपीरियंस. മറ്റൊരു ചരിത്ര നിമിഷം കൂടി കേരളത്തിന്റെ റെയിൽ ഗതാഗത ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറുന്ന ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഓടിക്കയറുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു. Has flagged off Kerala's Vande Bharat Express in this beautiful land of Kathakali, Kalaraipattu and Ayurveda. Today a new attraction has been added. As the young people of Kerala will say, Adipoli, Adipoli Vande Bharat. So to the Adipoli Vande Bharat, now you have a Adipoli travel experience. So I thank Honorable Prime Minister for giving this wonderful gift, superb gift to the people of Kerala. ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ കൊച്ചുവേളിയിലേക്ക് ആയിരിക്കും ആദ്യ സ്റ്റോപ്പ്. അവിടെ നിന്ന് പാൻട്രിയിലടക്കം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ ഈ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൊച്ചുവേളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോവാൻ. എന്തായാലും വന്ദേ ഭാരതിൽ കയറി കൊച്ചുവേളി ഇപ്പോൾ പിന്നിട്ടു. അപ്പോഴാണ് നമുക്ക് ആദ്യ ഭക്ഷണം കിട്ടുന്നത്. ഇതൊരു ചെറിയ സ്നാക്സ് ആണ്. വെൽക്കം ഓൺ ബോർഡ് ശ്രീകൃഷ്ണ സ്വീറ്റ്സ് എന്ന റെയിൽവേയുടെ ഈ ഒരു ബോക്സ് ആണ് നമുക്ക് ആദ്യം തരുന്നത്. ഈ ഒരു ബോക്സിനുള്ളിൽ നമുക്കുള്ളത് ചിപ്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ സ്വീറ്റ് ഉണ്ട്, അതോടൊപ്പം വീണ്ടും ചിപ്സ് പോലത്തെ ഒരു മുറുക്ക് പോലത്തെ ഒരു സാധനം, പിന്നെ ഫ്രൂട്ടിയും വെള്ളവും ടിഷ്യൂ പേപ്പറും ഒരു സ്പൂണും. അങ്ങനെ ഇതാണ് ആദ്യത്തെ ഒരു സ്വീറ്റ്.
പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ യാത്ര തുടരുകയാണ്. അല്പം മുമ്പാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ചത്. എന്തായാലും നമുക്ക് കാണുന്ന പോലെ ഇനി ഇപ്പോൾ 99 കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ 39 കിലോമീറ്ററിലേക്ക് അടുത്ത സ്റ്റോപ്പ് എത്തുമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് 100 കിലോമീറ്ററിലേക്ക് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സുരക്ഷിതയും അതോടൊപ്പം തന്നെ ആഡംബരത്തോടു കൂടിയുള്ള ഈ ഒരു യാത്ര ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കോച്ചുകളിലും കമ്പാർട്ട്മെന്റുകൾക്കിടയിലും ഇത്തരം എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകളുണ്ട്. ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ലോക്കോ പൈലറ്റിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇതാണ് വന്ദേ ഭാരത് എക്സ്പ്രസിലെ ലഞ്ച്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തത് വെജാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒക്കെ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള ആഹാരമൊക്കെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വെജാണോ നോൺ വെജാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും ഇതാണ് എനിക്ക് ലഭിച്ച ഒരു ഭക്ഷണം. ഇതിൽ റൈസുണ്ട്, വെജ് ബിരിയാണിയാണ്, അതോടൊപ്പം തന്നെ സലാഡ്, കേസരി, പിന്നെ അച്ചാർ. ഇങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ലഞ്ചിൽ വന്ദേ ഭാരത് ഒരുക്കിയിട്ടുള്ളത്. അടിപൊളി സാധനം, പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും നല്ല ഒരു ആഹാരം, നല്ല യാത്രാ അനുഭവം, എല്ലാം കൊണ്ടും വന്ദേ ഭാരത് അടിപൊളിയാണ്. ഈ വന്ദേ ഭാരതിലെ കാഴ്ചകളൊക്കെ കണ്ടു നടന്ന സമയത്താണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ യാത്ര ചെയ്യാൻ ഒരുപാട് പ്രേരിപ്പിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടത്, സന്തോഷ് ജോർജ് കൊളക്കര. സർ, എങ്ങനെയുണ്ട് വന്ദേ ഭാരതിലെ ഈ ഒരു കേരളത്തിൽ നിന്നുള്ള ആദ്യ യാത്ര? ഇതൊരു വ്യത്യസ്ത അനുഭവമാണല്ലോ. ലോക നിലവാരമുള്ള ഒരു ട്രെയിനിൽ കേരളത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് നല്ല ഗംഭീരമായ ഒരു അനുഭവമാണ്. സർ, ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ വരാൻ വൈകി എന്ന് തോന്നുന്നു. ഈ നിലവാരമുള്ള ട്രെയിന് എത്രയോ നാളുകൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വരാൻ വൈകിയെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ്. അതുമല്ല ആദ്യത്തെ ദിവസം ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭാഗ്യമാണ്. ട്രെയിനിനുള്ളിലെ വൃത്തിയും വെടുപ്പും എന്നും യാത്രക്കാർക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാത്രക്കിടയിൽ തന്നെ ശുചീകരണ തൊഴിലാളികൾ എത്തുന്നതിനാൽ കോച്ചുകൾ എപ്പോഴും വൃത്തിയുള്ളതായി സംരക്ഷിക്കപ്പെടുന്നു. വന്ദേ ഭാരതിന്റെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും വൈഫൈ സൗകര്യമുണ്ട്. എന്തായാലും അത് നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് അത് വലിയ സൗകര്യപ്രദമാണ്. എന്തായാലും ഇതാണ് ആ വൈഫൈ സൗകര്യം. നമുക്കത് നോക്കാം. വന്ദേ ഭാരത് ഇൻഫോർടൈൻമെന്റ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. എന്തായാലും ഇതാണ് ആ ഒരു വൈഫൈ സംവിധാനം. ഇതിലൂടെ നമുക്ക് ബ്രൗസ് ചെയ്യാനും മറ്റ് നമ്മുടെ എല്ലാ പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഈ ഒരു വൈഫൈ ഉപയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വന്ദേ ഭാരത് എക്സ്പ്രസ് എന്തായാലും യാത്ര തുടരുകയാണ്. ഇപ്പോൾ തൃശൂർ പിന്നിട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂറാണ്. എന്തായാലും അതിവേഗത്തിൽ തന്നെയാണ് ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് യാത്രക്കാരൊക്കെ തന്നെ പല സ്റ്റേഷനിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. തൃശ്ശൂരിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിരവധി ആൾക്കാർ കയറുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ സന്തോഷത്തോടെയും ഒരു അഭിമാനത്തോടെയും കൂടി തന്നെയാണ് നിരവധി യാത്രക്കാർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വന്ദേ ഭാരതിലെ ആദ്യ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? നല്ല സൂപ്പർ യാത്രയാണ്. നല്ല കൂളിങ്ങും നല്ല അന്തരീക്ഷം കൂടിയാണ്. നല്ല പോസിറ്റീവ് എനർജി കൂടിയും കിട്ടുന്നുണ്ട്. നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഇവിടെ ലഭ്യമാണ്. അത് നല്ലത്, അടിപൊളി. ഒരു വിമാനയാത്രയുടെ അനുഭവം കിട്ടുന്നുണ്ടോ? തീർച്ചയായും. ഇതിക്ക് മുമ്പ് വിമാനയാത്ര ചെയ്ത അനുഭവമുണ്ട്. അതിന് തുല്യമാകുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ്. കേരളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടാത്ത ഞങ്ങളെ സംബന്ധിച്ച്, ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കോൺഫറൻസിനും മറ്റു ചർച്ചയ്ക്കൊക്കെ വളരെ എളുപ്പമായി. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഇപ്പോൾ എന്നോടൊപ്പം MT രമേശ് BJPയുടെ മുതിർന്ന നേതാവ് ചേരുകയാണ്. സാർ, എങ്ങനെയുണ്ട് ഈ ഒരു യാത്ര? ഇതൊരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള ട്രെയിൻ, അങ്ങനെയുള്ളൊരു ട്രെയിൻ യാത്ര മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. ഇത് സത്യത്തിൽ നമ്മളെ ഫ്ലൈറ്റിലെ യാത്രയേക്കാൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള
കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളം വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത് കസേരയൊക്കെ നമുക്ക് തിരിച്ചിടാം, അത് നോക്കി കാണാം, ആസ്വദിക്കാം. അങ്ങനെ നല്ല സുന്ദരമായ അനുഭവങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. 7 മണിക്കൂർ 11 മിനിറ്റ് അടുത്താണ് കോഴിക്കോട് എത്തിയത്. ഞങ്ങൾ എന്തായാലും ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ കാസർഗോഡ് പോകും. രാത്രി 9:30 കാസർഗോഡ് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു യാത്ര അത് അവിസ്മരണീയമാണ്. കാരണം മികച്ച യാത്രാ അനുഭവമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്ക് നൽകിയത്. എന്തായാലും എല്ലാവരോടും ഒരു കാര്യമേ പറയാനുള്ളൂ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രാ അനുഭവം അത് നിങ്ങളും അനുഭവിച്ചാലേ മനസ്സിലാവുകയും ചെയ്യുള്ളൂ. എന്തായാലും എന്നോടൊപ്പം വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ ഹരികൃഷ്ണനോടൊപ്പം നന്ദകുമാർ, ന്യൂസ് 18. അപ്പോൾ ഇനി അടുത്ത യാത്രയ്ക്കാണ്. अडीपोली वंदे भारत, अडीपोली ट्रैवल एक्सपीरियंस.